മൂന്നാമത്തതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ തേടുക. നമ്മൾ ഈ സദസ്സ് തുടങ്ങുമ്പോൾ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി, എന്നെ സഹായിക്കുന്ന എൻ്റെ അവലംബമായ എൻ്റെ നേതാവായ മുത്തു റസൂലേ, എൻ്റെ അവലംബമായ ഗൗസുൽ ആലം തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ എന്ന് നേർക്കുനേരെയുള്ള തേട്ടം. അല്ലാഹു തആല അവർക്ക് വലിയ മഖാമ് കൊടുത്തിട്ടുണ്ട് ഔലിയാക്കന്മാർക്ക്. ആ മഖാമിൽ നിന്നുകൊണ്ട് അവർക്ക് നേരിട്ട് സഹായിക്കാൻ കഴിയും. സഹായം ഖൽഖ് ചെയ്യുന്നത് അല്ലാഹുവാണ്, അതിങ്ങനെ പറയേണ്ടതില്ല. ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരോട്, മശായിഖിനോട്, അമ്പിയാക്കളോട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇസ്തിഗാസ, സഹായാർത്ഥന, ഇതിനെതിരിൽ രംഗത്ത് വന്ന ആളാണ് ഇബ്നു തൈമിയ. അയാൾ പഴച്ചുപോയി. ഇബ്നു തൈമിയക്ക് മശായിഖുമായുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ് പഴവിന്റെ കാരണമെന്ന് ഇമാം സുബ്കി രേഖപ്പെടുത്തുന്നുണ്ട്. ലം യജിദ് ലഹു ശൈഖൻ യഹ്ദീഹി. ഇബ്നു തൈമിയ ഇസ്തിഗാസക്കെതിരിൽ രംഗത്ത് വന്നപ്പോ അന്ന് തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണ് ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം. ആ വിഷയത്തിന്റെ ഗൗരവമാണ് ഇത്രയും പേജുകളിൽ ഇബ്നു തൈമിയെ ഖണ്ഡിച്ചുകൊണ്ട് 500-ലേറെ പേജുകൾ, ഓരോ തെളിവുകളും ഹാജരാക്കി ഇബ്നു തൈമിയെ ഖണ്ഡിക്കുകയാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. നമ്മളെ കേരളത്തിൽ തന്നെ എത്ര വാദപ്രതിവാദം നടന്നു. കൊട്ടപ്പുറവും പൂനൂരും മഞ്ചേശ്വരവും എടമുട്ടൊക്കെ വാദപ്രതിവാദം നടന്ന് ഇസ്തിഗാസയിലാണ്. നമ്മൾ തന്നെയും ആലുവയിലും മൂവാറ്റുപുഴയിലും അങ്ങനെ പല സ്ഥലത്തും നടന്നില്ലേ? ഒക്കെ ഇസ്തിഗാസയല്ലേ വിഷയം. അപ്പൊ ഇസ്തിഗാസ എന്ന് പറയുന്നത് അദബാണ്. അല്ലാഹ് ഒരാളെ സഹായിയായി വെച്ച് തന്നാൽ അവരെ സഹായിയായി അംഗീകരിച്ചു കൊടുക്കലാണ് അള്ളാഹിനോടുള്ള അദബ്. അല്ലെങ്കിൽ അഹങ്കാരമാണ് വരിക. അപ്പൊ ഇസ്തിഗാസ ചെയ്യണം, അതാണത്, സുന്നത്താണ് എന്ന് ഇമാം റംലി സുബ്കിയൊക്കെ പറഞ്ഞത്. എന്നാൽ ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഇന്ന് കാന്തപുരം സമസ്ത എവിടെ എത്തി നിൽക്കുന്നു? കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യകാലത്തെ അവരുടെ പ്രസംഗങ്ങളാണ് ആദ്യം ഞാൻ കൊണ്ടുവരുന്നത്. പ്രസിഡന്റ് താജുൽ ഉലമ തങ്ങൾ തന്നെ വന്നോട്ടെ. താജുൽ ഉലമ അക്കാലത്ത് നമ്മളിപ്പോൾ പാടുന്ന പാട്ടില്ലേ, കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്കള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ എന്ന് പറയുന്ന അതിനോട് സമാനമായ സ്വഹാബികൾ ചൊല്ലിയ ബൈത്തുകൾ, വലൈസാലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. നേർക്ക് നേരെയുള്ള ഇസ്തിഗാസയാണത്. ഞങ്ങൾക്ക് അങ്ങയല്ലാതെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങ് സഹായം നൽകണം. മഴയില്ലാത്ത നേരത്ത് ചോദിച്ചതാ അത്. അന്നത്തെ വഴുതൊന്നും കേട്ടു നോക്കുക. പഴയ കാലത്ത് അതൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെ അന്നത്തെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതുകൊണ്ട് അങ്ങേയറ്റം വിഷമത്തിലാണ് കൊണ്ട് മഴ വേണം. നമ്മൾക്ക് അല്ലാഹുവിന്റെ റസൂലല്ലാതെ ആരിലേക്കാണ് നമ്മൾ ഓടി വരേണ്ടത്? ഞങ്ങളെ കാര്യം പറയാൻ ഞങ്ങൾ തങ്ങളോടെ കാണുന്നു. തങ്ങളെ വഴിയായിട്ട് അല്ലാഹു തരാതല്ലാതെ നേരിട്ട് നീ അള്ളാഹിനോട് ചോദിച്ചോന്ന് അല്ലാഹു റസൂൽ പറഞ്ഞില്ല. സൃഷ്ടികളുടെ ബുദ്ധിമുട്ട് പറയാൻ തങ്ങളല്ലാതെ വേറെ അവിടെ തങ്ങൾ നമ്മളെ. അപ്പോ പഴയ ഇപ്പൊ ഈ ബൈത്ത് ചൊല്ലാൻ അവർക്ക് ധൈര്യം ഉണ്ടാവും. കാരണം എന്താ, അള്ളാഹ് റസൂല് സഹായിച്ചു എന്ന് വരെ പറയാൻ പാടില്ലാത്ത കാലാ അത്. അന്ന് പറയുന്നത് നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് സഹായത്തിനില്ല എന്നാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം നബിയെ എന്ന് സ്വഹാബത്ത് പാടിയ പാട്ടാത്. മാത്രല്ല ആ പ്രസംഗം തങ്ങളവറുകൾ തുടങ്ങുന്നത് തന്നെ അബൂ ഹനീഫ ഇമാമിൻ്റെ ഇസ്തിഗാസയുടെ ബൈത്ത് ചൊല്ലിയിട്ടാണ്.
അൻതല്ലദീ നാദാക റബ്ബുക മർഹബാ വലഖദ് ദഅക ലിഖുർബിഹി വഹബാക അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ഇസ്തിഗാസയുടെ ബൈത്ത് ചൊല്ലിയിട്ട് അന്നൊക്കെ തുടക്കം തന്നെ കേട്ടു നോക്ക് അതിന്റെ തുടക്കം നല്ല ഉസാറുണ്ട്. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك أنت الذي لما توسل آدم من ذلة بك فاز وهو أباك يا أكرم الثقلين يا كنز الورى جذلي بجودك أغني برضاك أنا قيم منك بجود لم يكن لأبي حنيفة في الأنام سواك. ഞാൻ ചോദിക്കട്ടെ, അബൂ ഹനീഫ ഇമാമിന്റെ ഈ ബൈത്തൊക്കെ അതിന്റെ തനതായ അർത്ഥത്തിൽ ഒന്ന് പാടി ഇസ്തിഗാസ ചെയ്യാൻ പുതിയ AP സമസ്തയിൽ വല്ല ആൺകുട്ടികളും ബാക്കിയുണ്ടോന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ആ പറഞ്ഞ വരികൾ? യാ അക്രമസ് സഖലൈനി യാ കൻസൽ വറാ ജുദ്ലി ബിജൂദിക വർളിനി ബിരിളാക. നബിയെ, അങ്ങയുടെ ഔദാര്യം ഞങ്ങൾക്ക് നൽകണം, അങ്ങയുടെ തൃപ്തി ഞങ്ങൾക്ക് നൽകണം, അങ്ങയുടെ കാവല് ഞങ്ങൾക്ക് നൽകണം. അങ്ങാണ് അതല്ലേ വല സകലവും പൊളിച്ചു കളഞ്ഞില്ലേ ആ ബൈത്ത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബൈത്താണ്. അതെന്നെ വശഫൈത ദല്ലാഹാതി മിൻ അംറാദിഹി വമലഅത കുല്ലൽ അർളി മിൻ ജദ്വാക. നബിയെ, എത്ര രോഗികളെയാണ് അങ്ങ് സുഖപ്പെടുത്തിയത് നബിയെ. വറദത ഐന ഖതാദത്തിൻ ബഅദൽ അമാ വബ്നൽ ഹുസൈനി ശഫൈതഹു ബിശിഫാക. നബിയെ, ഖതാദ തങ്ങൾക്ക് കണ്ണ് മടക്കി കൊടുത്തു, നിങ്ങൾ മടക്കി കൊടുത്തു എന്നാണ്. നിങ്ങൾ ശിഫയാക്കി. ഇബ്നുൽ ഹുസൈന് തങ്ങൾക്ക് ബിശിഫാക, നിങ്ങളുടെ ശിഫ കൊണ്ട്. അബൂ ഹനീഫ ഇമാം അപ്പോഴേക്ക് അങ്ങോട്ട് അദബുകേട് ചെയ്ത ആളായിപ്പോയോ? അപ്പൊ ആ കാലം, ഈ ബൈത്ത് ചൊല്ലുന്ന കാലം, വലൈസാലനാന്ന് ബൈത്ത് പാട്ട് പാടുന്ന കാലം മാത്രല്ല, അന്നൊക്കെ ഭയങ്കര ഇസ്തിഗാസ തന്നെയാണ്. ബദരീങ്ങളെ വിളിച്ച് പറയല്ലേ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരും ഇല്ലട്ടോ, ഈ നടുക്കടലിൽ ഞാൻ പെട്ടുപോയിരിക്കുകയാണ്. ഇസ്തിഗാസയുടെ ഉദാഹരണങ്ങൾ ഒന്നുകൂടി വന്നോട്ടെ. ഉയരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങളെന്റെ കൈവിടണ്ട്. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ഇതാ ഇസ്തിഗാസ എന്നറിയുന്നത്. വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. കാക്കണം ഞങ്ങളെ ശൈഖോരെ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അതാണ് ഇസ്തിഗാസയുടെ സ്വഭാവം. ഇന്നിങ്ങനൊരു ഇസ്തിഗാസ ചെയ്യാനാവോ? ആരുമില്ല. ഞങ്ങളെ സ്ഥിരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നവരാണ്. ഏത് മജ്‌ലിസിലും കാക്കണം ഞങ്ങളെ ശൈഖോരെ എന്ന് ധൈര്യമായിട്ട് പാടുന്നവരാ ഞങ്ങൾ. നിങ്ങളാ പാട്ടൊന്ന് പാടി സ്റ്റേജിൽ വന്നിട്ട് കാക്കണം ഞങ്ങളെ ശൈഖോരെ കുറ്റ്യാടിയിലെ ഒരു മജ്‌ലിസിൽ പാടി, മർക്കസിൽ നിന്ന് പണ്ട് പാടിയിരുന്നു, ഇനിയൊന്ന് ആവർത്തിക്കിയത് കഴിയില്ല. കാരണം പഴയ ആ ഇസ്തിഗാസ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. എന്താണ്
നിങ്ങളുടെ മുശാവറയുടെ സെക്രട്ടറി, ഇത് ഏതെങ്കിലും മുതഅല്ലിം പറഞ്ഞതല്ല, മുശാവറയുടെ സെക്രട്ടറിമാരിൽ ഒരാൾ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തുന്ന കുറ്റ്യാടിയിലെ മുസ്ലിയാർ, അയാൾ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് പറഞ്ഞാൽ, ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ, ഔദുൽ അഅ്ലം തങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആ വാചകം ശരിയായ അദബല്ല. ആരോടാ വാഴ്? അബൂ ഹനീഫ ഇമാമിനോട്. മഹാനവറുകളെ ബൈത്ത് ഞാൻ ചൊല്ലിത്തന്നില്ലേ നിങ്ങൾക്ക്? നേരെ പാടുന്നത് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് സുഖപ്പെടുത്തി തന്നു എന്നാണ്. അതല്ലേ അവരുടെ ധൈര്യം. വറദത്തഅയ്ന ഖതാദത്തിൻ ബഅദൽ അമാ വബ്നൽ ഹുസൈനി ശഫൈതഹു ബിശിഫാക. ശഫൈതഹു, നബിയെ അങ്ങ് സുഖപ്പെടുത്തി തന്നു. അപ്പൊ ശിഫയാക്ക എന്നുള്ളതിനെ ആരിലേക്കാ ചേർത്തത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴയ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലുണ്ട്. ഏത് വയത് കേട്ടാൽ ഇങ്ങനത്തെ ഇസ്തിഗാസയും ആ ഇസ്തിഗാസക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളുമാണ്. എന്നാൽ കേട്ടോളൂ, പുതിയ AP സമസ്തയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ സമസ്തയുടെ നിലപാട് പറയുകയാണ്. കേട്ടു നോക്കൂ നിങ്ങൾ. തന്നെയാണ് തരുന്നത് എന്ന കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, പുതിയ AP സമസ്ത ബദരീങ്ങളെ സഹായിച്ചു, ബദരീങ്ങൾ സഹായിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയായ അതല്ല. എവിടെ എത്തി കാര്യങ്ങൾ? നേരത്തെ പാട്ട് പാടിയതോ ഉള്ളാൾ തങ്ങളുപ്പാപ്പയെ പോലെയുള്ളവർ ഞങ്ങൾക്ക് അങ്ങയുടെ ശിഫാ വേണം, ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങളെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് മാറി എവിടെ എത്തി? ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബ് കേടാണ് എന്നൊരുത്തം പറയണമെങ്കിൽ ആ പറയുന്നത് ആരാ? നേരത്തെ ഇതൊക്കെ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ മെയിനാൾ. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും തിരുത്തിയോ? നിങ്ങൾ കേട്ടോ? എവിടെങ്കിലും സിറാജിൽ വാർത്ത വന്നോ? ആ പറഞ്ഞത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. നിലമ്പൂരിൽ കിനാലൂര് FB പോസ്റ്റ് ഇട്ടപ്പോൾ സിറാജിൽ വലിയ പരസ്യം കൊടുത്തവരാ. ആ നിലപാടിനോടൊപ്പം ഞങ്ങളില്ല. എന്താ ഈ നിലപാടിനോടൊപ്പം ഞങ്ങളില്ല എന്ന് പറയാൻ ധൈര്യമില്ലാത്ത എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ AP വിഭാഗത്തിൽപ്പെട്ട ഓരോ മെമ്പർമാരും ഈ വിശ്വാസത്തിലാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒരുപാട് ആളുകൾ അതിൻ്റെ സങ്കടം നമ്മളോട് പറയുന്നവരുമാണ്. ഒരുപാട് ഉസ്താദുമാർ നമ്മളെ വീട്ടിൽ വരും. രാത്രി 12 മണിക്ക് ശേഷമേ ഉള്ളൂ. നമ്മൾ വിനോദക്ക് വേണ്ടി ഇരുന്ന് കൊടുക്കും. അപ്പോൾ ഉസ്താദുമാർ, പഴയ പ്രവർത്തകർ, ഇവരൊക്കെ അതിൽ നിരാശയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ ലാഹിരീന അലൽ ഹക്ക്, ഹക്ക് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ അത് മശായിഖന്മാരെ കരങ്ങൾ വേണം. അള്ളാഹു നമുക്കത് നൽകി, അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഇസ്തിഖാമത്താണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ വാദം അഹ്ലുസ് സുന്നക്ക് അനുകൂലമാണോ? ഒരിക്കലുമല്ല. ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ വാക്ക്, കുല്ലു മാ ലഹറ ഫീ ഹാദൽ ആലം ഫഇന്നമാ യുഅ്തീഹി മുഹമ്മദുൻ, ഫഇന്നമാ യുഅ്തീഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് പ്രകടമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ റസൂല് തന്നതാണ് എന്നാണ്. യുഅ്തീഹി എന്നതിന്റെ ഫാഇൽ മുഹമ്മദുൻ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയൽ ശരിയായ അതവല്ലെങ്കിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾക്കത് മനസ്സിലായില്ലയോ? അപ്പൊ എന്തുകൊണ്ട് ശരിയായതല്ല? ഇയാളെ മനസ്സിൽ ഇസ്തിഗാസ വിരോധം കയറിക്കൂടി. ഇസ്തിഗാസയെ പറ്റ തള്ളി. പിന്നെ ആളുകളെ പൊടിയിടാൻ, കണ്ണിൽ പൊടിയിടാൻ ഒരു തവസ്സുലുമായിട്ട് ഇറങ്ങി. തവസ്സുലാകുമ്പോൾ പിന്നെ അതിങ്ങനെ പറഞ്ഞ് അതിൽ പോയി പിന്നെ തേമേനെ പോലുള്ളവരും ശിർക്കാന്നൊന്നും അഭിപ്രായപ്പെട്ടിട്ടില്ലല്ലോ.
യഥാർത്ഥത്തിൽ നേർക്കുനേരെ ചോദിക്കുന്ന ഇസ്തിഗാഥ, ആ ഇസ്തിഗാഥയെ കുറിച്ച് പറയാനോ അതിനെ അംഗീകരിക്കാനോ കഴിഞ്ഞില്ല അവർക്ക്. അതുകൊണ്ടാണ് എത്രത്തോളം പറഞ്ഞു എന്നറിയോ, ഹബീബായ തങ്ങളോട് നമ്മൾ പറയാണ്, എൻ്റെ ആവശ്യം വീട്ടിത്തരണേ നബിയേ. എന്താ നമ്മളൊക്കെ ഉദ്ദേശിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥാനം, വലിയ സ്ഥാനമുള്ളവരാണവർ. ഫളീലത്ത്, വസീലത്ത്, ഫളീലത്ത്, മഖാമും മഹ്മൂദ്, അങ്ങനെ എന്തെല്ലാം സ്ഥാനങ്ങളല്ല കൊടുത്ത, മഖാമുകൾ കൊടുത്ത ലോകത്തിന്റെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ ഞാൻ ചൊല്ലിയ ബൈത്തിന്റെ ആ ഒടുവിൽ അവർ പറയുന്ന വാക്കുണ്ട്, യാ മാലിക്കി കുൻ ശാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറും ഫിൽ വറാ ലിഗിനാക. യാ മാലിക്കി എന്നാരെ വിളിക്കുകയാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എൻ്റെ മാലിക്കേ, എൻ്റെ ഉടമക്കാരാ, എൻ്റെ ഉടമസ്ഥനായ നബിയേ. ഇപ്പം എന്താ പറഞ്ഞാൽ വിളിക്കാൻ പറ്റൂല എന്നാർന്ന്? മാലിക് അല്ലാഹ് എന്ന് മാത്രം, മാലിക് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് അറിയാത്ത ആളാണോ മഹാനരായ അബൂ ഹനീഫ ഇമാം? അല്ലാഹു മാലിക്കാകുന്നത് എങ്ങനെ? ബിദ്ദാത്ത്, വേറൊരാൾ കൊടുത്ത കഴിവ് കൊണ്ടല്ല. സ്വയം മാലിക്കാണവൻ, അവൻ മാലിക്കുൽ മുൽക്കാണവൻ, രാജാതിരാജനാണ്. അതേ സമയത്ത് തൂത്തിൽ മുൽക്കമൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരത്തെ നൽകും. അധികാരത്തെ നൽകിയാൽ അവൻ മാലിക്കാകും. നൽകപ്പെട്ടവർ ഏറ്റവും വലിയ മാലിക്കായിരുന്നു നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ലോകമടക്കി ഭരിച്ചവരാണവർ. അതുപോലെ മഹാനരായ ദുൽഖർനൈൻ, അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഔത്തുൽ അഅ്ലമ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി, ശൈഖുനാ ശൈഖ് മടവൂർ. ഈ മഹാന്മാരൊക്കെ ഏറ്റവും വലിയ മാലിക്കീങ്ങളാണ്. ആ മാലിക്കീങ്ങളെയും ഭരിക്കുന്ന മാലിക്കുൽ മുൽക്കാണ് രാജാതിരാജനായ റബ്ബ്. ഇതല്ലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. യാ ഖാദിയൽ ഹാജാത്ത് എന്ന് ഖുതുബയിൽ പറയുന്നില്ലേ എന്ന് അയാൾ ചോദിച്ചു. അള്ളാഹിനെ കുറിച്ച് ആവശ്യങ്ങൾ വീട്ടിത്തരുന്നവനെ പിന്നെ എങ്ങനെ റസൂല് വീട്ടിത്തരിക? റസൂലിന് അതിന് കഴിയില്ല. പിന്നെ റസൂല് ഇടപെടണമെന്ന് മാത്രമാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? ഈ ഉള്ളാൾ തങ്ങളുപ്പാപ്പയെ പോലെയുള്ളവർ പച്ചയായ ഇസ്തിഗാഥ ചെയ്ത് ഇവിടെ പഠിപ്പിച്ച ടീം ഇന്ന് പറയുകയാണത്. ഒന്ന് കേട്ടു നോക്കുക, പുതിയ AP സമസ്തയുടെ തൗഹീദ്. ഞാനിതാ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ എനിക്ക് ആവശ്യം നിർവഹിച്ചു തരാനാണ്. തങ്ങൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കാതിന്റെ അർത്ഥം എന്താ? ഖുതുബ ഓതുമ്പോ നമ്മൾ പറയില്ലേ, ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു തരുന്നവൻ അള്ളാഹുവാണ്. പിന്നെ ഇങ്ങനെ റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞത്, അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹു ആവശ്യം നിർവഹിച്ചു തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ്. അതുകൊണ്ടാണ് അതിന്റെ ബാക്കി ഭാഗം എന്താണ്? ഹദീസിലുള്ളത് കണ്ടങ്ങള് ഇടപെടണം. അള്ളാഹ് ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനാണ്. അതുകൊണ്ട് ഇനി റസൂല് ഖാദിൽ ഹാജാത്താവൂല. അത് എവിടുന്ന് കിട്ടിയതാ? താനി വഹാബിസല്ലേ അത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാനുള്ള പവറും മഖാമും ശക്തിയും ഖുദ്റത്തും മേലെയായ റബ്ബ് കൊടുത്താൽ ആ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഖാദിൽ ഹാജാത്ത് എന്ന് പറഞ്ഞൂടെ? നാരിയ സലാത്തെങ്കിലും ഒന്ന് പഠിച്ചാ പോരെ? തുഖ്ലാ ബിഹിൽ ഹവായിജ്, ആ റസൂലിലൂടെയാണ് ആവശ്യങ്ങൾ വീട്ടപ്പെടുന്നത്. ഖുതുബ മാത്രം കേട്ടാ പോരാ. ഇപ്പൊ നാരിയ സ്വലാത്ത് പോതുണ്ടാവില്ലല്ലോ, പക നിർത്തിയിട്ടുണ്ടാവുമല്ലോ. സ്വന്തം സ്വലാത്തല്ലേ ഉണ്ടാക്കണം. തൗഹീദുള്ള സ്വലാത്ത് എന്നാ വഹാബി പറയുന്നു. ഈ കോലത്തിൽ തൗഹീദ് അങ്ങോട്ട് കയറി. അതുകൊണ്ടും നിന്നില്ല. ഉള്ളാൾ തങ്ങളെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഒരുപാട് പ്രസംഗം MA ഉസ്താദിൻ്റെ ചിത്താരെല്ലാം കൂടി വെക്കാൻ സമയമില്ല. ഓരോ പരിപാടിയിൽ നമുക്ക് വെക്കാം. ഈ ഇസ്തിഗാസ ഈ രൂപത്തിൽ പറഞ്ഞ AP സമസ്ത ഇന്ന് എവിടെ എത്തിയെന്നറിയോ? ഹബീബായ തങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഒന്നിനും കഴിയാത്ത റസൂലാണത് എന്നുവരെ പറയാണ്. അവശനായ വാപ്പയോടാണ് ആരെ ഉപമിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് വരെ അതിനൊരു തിരുത്താരെങ്കിലും നൽകിയോ? എത്ര മുശാവറ കൂടി നിങ്ങൾ? ഇസ്രായേൽ
ഇറാൻ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം സെക്രട്ടറി വിട്ട മിസൈലിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അവശനായ വാപ്പയോട് ഉപമിക്കാൻ പറ്റിയ നേതാവാണോ മുഹമ്മദുർ റസൂലുള്ളാഹ്? കേട്ടോളൂ നിങ്ങൾ, ഇസ്തിഗാസയിൽ AP സമസ്തയുടെ പുതിയ വാദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചുകൊടുക്കും. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നേരെ റസൂലിലേക്കാണ് കയറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവശനായ വാപ്പ, കുഴഞ്ഞു കിടക്കുന്ന പിതാവ്, കൈകാലുകൾ അതുപോലെ ശരീരം മുഴുവനും തളർന്ന അവസ്ഥയിലാണ്. മകൻ വന്ന് പറയാണ്, എനിക്ക് നിങ്ങളൊരു വീടുണ്ടാക്കി തരണം. ഒന്നിനും കഴിയാത്ത വാപ്പ എങ്ങനെ വീടുണ്ടാക്കി കൊടുക്കാനാ? അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം വാപ്പ വേറൊരാൾ വിളിച്ച് പറയാ, എൻ്റെ മോന് ഒന്നുണ്ടാക്കി കൊടുത്തേക്കിട്ടോ, എനിക്കൊന്നിനും കഴിയൂല. ഇതുപോലെയാണ് ആരോട് തേടുന്നത് എന്നാ പറഞ്ഞത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണ് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകം വരെ പടക്കപ്പെട്ടത് ആ നേതാവിന് വേണ്ടിയാണ്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്. നബിയേ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ നമ്മൾ പടക്കുമായിരുന്നില്ല. ആ നേതാവിന് മുഴുവനും അല്ലാഹ് കൊടുത്തതാണ്. ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും നിയന്ത്രണം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ലോകത്ത് മാത്രമല്ല, ഈ ലോകം മാത്രമല്ല, പരലോകത്തും. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗം അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്തിഅ മൻ ശാഅ മാ ശാഅ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് വീതിച്ചു കൊടുക്കാൻ സ്വർഗം തന്നെ അല്ലാഹു അധികാരപ്പെടുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഗൗസുൽ ആലം തന്നെ പറഞ്ഞില്ലേ, വമല്ലകനി കുല്ലൽ ജിനാനി വമാ ഹവാ വമാ ഹവാ. എന്താണ് ആ പറഞ്ഞൊക്കെ? സ്വർഗവും അതിന്റെ പരിസരത്തുള്ളത് മുഴുവനും, ഇതിലൊന്നും പെടാൻ ബാക്കില്ല, എല്ലാം അല്ലാഹു എനിക്ക് അധികാരപ്പെടുത്തി തന്നു. ആര്? ഗൗസുൽ ആലം. പിന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയണോ? ഗൗസുൽ ആലമിന് അത് കിട്ടുന്നത് വിറാസത്തൻ അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാരിസാണ് എന്ന നിലക്കാണ്, നായിബാണ് എന്ന നിലക്കാണ്. അപ്പൊ ലോകം തന്നെ നൽകപ്പെട്ട ഒരു നേതാവിനെ സംബന്ധിച്ച് അവശനായ പിതാവിനോടൊരാൾ ഉപമിച്ചാൽ അവന്റെ ഹുക്കുമ് ഹുക്കുമി സാബിലഹു, ഹബീബായ തങ്ങളെ ചീത്ത പറഞ്ഞവന്റെ ഹുക്കുമാണെന്ന് ഇമാം ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവന്റെ ഹുക്കുമ് യുഖ്തലു എന്നാണ്, ഖത്ൽ ചെയ്യപ്പെടണം ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ. ഇവരെ കുറിച്ച് സുന്നി എന്ന് പറയാൻ പറ്റുമോ?